ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയം ബേസിക്കലി ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കാൻ പോകുന്നത് ക്രിസ്ത്യൻസിനോ മുസ്ലിംസിനോ കോൺഗ്രസിനോ അല്ല, മറിച്ച് അത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ഹിന്ദുക്കൾക്ക് തന്നെയാണ് എന്ന് പറയുകയാണ്. ബി ജെ പിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ എത്ര അവർണറുണ്ട് എന്നൊരു ചോദ്യമില്ലേ? അംബേദ്കറും സവർക്കറുമായി എന്തെങ്കിലും ബന്ധങ്ങളുണ്ടായിരുന്നു? 7 തവണത്തെ സവർക്കറിൻ്റെ പാഡൺ ലെറ്റർ, മാപ്പ് അപേക്ഷ അത് 9 തവണയാണ് എന്നൊരു വാദമുണ്ട്. 9 അല്ല 40 തവണയാണ് എന്ന് പറയുന്ന ചരിത്രകാരന്മാരും. സവർക്കറെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ BJP എന്തായിരിക്കും അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഗാന്ധിജിയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഏറ്റവും വലിയ അനുയായിയായിരുന്ന ഒരാളാണ് സവർക്കർ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻസും മുസ്ലിംസും ഇടതുപക്ഷവും കോൺഗ്രസ്സുകാരുമൊക്കെയാണ് ഏറ്റവും വലിയ ശത്രുക്കളായി സവർക്കർ പ്രതിഷ്ഠിക്കുന്നത്. പക്ഷെ അംബേദ്കർ തിരിച്ച് അദ്ദേഹത്തെ അനുകൂലിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം, ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ. സംഘപരിവാരവും BJPയും പറയുന്നത് അംബേദ്കർ ഞങ്ങളെ അനുകൂലിച്ചിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത്. ചേട്ടാ, ഇന്ത്യൻ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നമ്മളറിയാത്ത ഒരുപാട് കഥകൾ അതിനകത്തുണ്ട്. ഇന്നത്തെ കാലത്ത് സംഘപരിവാർ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കഥയാണ് സവർക്കറും അംബേദ്കറുമായിട്ടുള്ള ബന്ധം. സവർക്കറെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചിട്ടുള്ള ഒരാൾ അംബേദ്കർ ആയിരുന്നു, അവർ തമ്മിൽ കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടായിരുന്നു എന്നുള്ള ഒരുപാട് കഥകൾ ഇന്ന് പ്രചരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? യഥാർത്ഥത്തിൽ അംബേദ്കറും സവർക്കറുമായി എന്തെങ്കിലും ബന്ധങ്ങളുണ്ടായിരുന്നു? ഇന്ത്യൻ ചരിത്രത്തിൽ ചിലയിടങ്ങളിൽ സവർക്കറിന് ചില നിലപാടുകൾ അംബേദ്കറിനോട് യോജിക്കുന്നത് നമുക്ക് കാണാം. പക്ഷെ അത് യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ലായ്മയുടെ ഭാഗമാണ്. സവർക്കറിൻ്റെ എല്ലാ നിലപാടുകളും ആദ്യം തൊട്ട് അവസാനം വരെ എടുക്കുന്ന നിലപാടുകളിലെല്ലാം തന്നെ സവർക്കർ ഒരു സ്ഥിരതയില്ലാത്ത നിലപാടുകളുടെ ആളാണ്. ആദ്യം അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്യുകയും അങ്ങനെ ഇത് ഫസ്റ്റ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് വാർ എന്ന് പറയുന്ന പുസ്തകം എഴുതുകയൊക്കെ ചെയ്ത ആളാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു ബ്രിട്ടീഷായിരുന്നു. എന്നാൽ ഇത് ഹിന്ദുത്വ എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ, കുറച്ച് കാലം കഴിഞ്ഞെത്തുമ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരായ സമരം തെറ്റാണെന്നും അങ്ങനെ സമരം ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല എന്നും ചിന്തിച്ച ഒരാളെയാണ് നമുക്ക് ദ ഹിന്ദുത്വയിൽ കാണാൻ സാധിക്കുന്നത്. അവിടെ ക്രിസ്ത്യൻസും മുസ്ലിംസും ഇടതുപക്ഷവും കോൺഗ്രസ്സുകാരുമൊക്കെയാണ് ഏറ്റവും വലിയ ശത്രുക്കളായി സവർക്കർ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും സവർക്കറിൻ്റെ നിലപാടുകൾക്ക് ചരിത്രത്തിൽ ഒരു സ്ഥിരതയില്ലായ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സവർക്കർ ആരെയൊക്കെ അനുകൂലിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ ഒരു വ്യക്തത പറയാൻ പറ്റില്ല. ചിലപ്പോൾ അദ്ദേഹം കോൺഗ്രസിനെ അനുകൂലിച്ച സാഹചര്യങ്ങൾ പലയിടത്തും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ സവർക്കർ ഒരു സ്ഥിരതയുള്ള നേതാവല്ല. പക്ഷെ അംബേദ്കർ തിരിച്ച് അദ്ദേഹത്തെ അനുകൂലിച്ചിട്ടുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം, ഒരു $1 മില്യൺ ക്വസ്റ്റ്യൻ. അതില്ല എന്ന് നമുക്ക് കാണാം. ഇപ്പം സംഘപരിവാരവും BJPയും പറയുന്നത് അംബേദ്കർ ഞങ്ങളെ അനുകൂലിച്ചിട്ടുണ്ടല്ലോ എന്നാണ് പറയുന്നത്. അംബേദ്കറിൻ്റെ റിഡിൽസ് ഇൻ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്കാണ്, വലിയ റീഡർഷിപ്പുള്ള ഒരു ബുക്കാണ്. അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയം ബേസിക്കലി ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കാൻ പോകുന്നത് ക്രിസ്ത്യൻസിനോ മുസ്ലിംസിനോ കോൺഗ്രസിനോ അല്ല, മറിച്ച് അത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ഹിന്ദുക്കൾക്ക് തന്നെയാണ് എന്ന് പറയുകയാണ്. അതായത് ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയം മുമ്പോട്ട് വെച്ചത് സവർക്കർ അടക്കമുള്ള സംഘപരിവാറാണ്. ആ ഹിന്ദുത്വ അക്സെപ്റ്റ് ചെയ്താൽ ഏറ്റവും പ്രശ്നമുണ്ടാകാൻ പോകുന്നത് ഹിന്ദുവിനാണ് എന്ന് പറഞ്ഞത് അംബേദ്കറാണ്. ഇത് നമ്മൾ ഹിന്ദുക്കളെല്ലാം ഒരുമിച്ച് നിൽക്കണം എന്ന് സവർക്കറും അദ്ദേഹത്തിൻ്റെ ടീമും പറയുമ്പോൾ ആ ഒന്നിച്ച് നിൽക്കലിൽ ഞങ്ങളെ എവിടെയാണ് പ്രതിഷ്ഠിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുക എന്നാണ് അംബേദ്കർ തിരിച്ചു വയ്ക്കുന്നത്. അതായത് ഞങ്ങളെന്ന് പറയുന്ന ഹരിജൻ സമൂഹം, അതായത് അധസ്ഥിത വർഗം, ഹിന്ദുക്കളിലെ തന്നെ താഴെത്തട്ടിലുള്ള വിഭാഗം, ആ വിഭാഗത്തോട് സവർണ ജാതിക്കാർ നടത്തി വന്നിരുന്ന വലിയ ഒരു തൊട്ട് തീണ്ടായ്മ അടക്കമുള്ള വിഷയങ്ങളുണ്ട്. അവരെ മാറ്റി നിർത്തിയിരുന്ന, അരികുവൽക്കരിച്ചിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോഴാണ് അംബേദ്കർ സവർക്കറിനോട് ചേർന്ന് പോയിരുന്നു എന്ന കണക്കിന് BJP സംസാരിക്കുന്നത്. അതെങ്ങനെയാണ് പോസിബിൾ ആകുക? കാരണം ഒരു സൈഡിൽ നിൽക്കുന്നവർ സവർണ മേധാവിത്വത്തിന് വേണ്ടിയും ഇപ്പുറത്തെ സൈഡിൽ ഈ അവർണറായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടി വലിയ നിലപാടെടുക്കുകയും ചെയ്ത ആളാണ് അംബേദ്കർ. ആ അംബേദ്കറിന് ഒരു കാലത്തും ഒരു കാലഘട്ടത്തിലും ഒരു തരത്തിലും ഇവരുമായി ചേർന്ന് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ തന്നെ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ എത്ര പേരാണുള്ളത്, BJPയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ എത്ര അവർണറുണ്ട് എന്നൊരു ചോദ്യമില്ലേ? അതില്ലല്ലോ. പക്ഷെ അവിടെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, സ്വാതന്ത്ര്യ സമര കാലത്ത് പട്ടാളക്കാരിലേക്ക്, അതായത് പട്ടാളക്കാരായിട്ട് ഹിന്ദുക്കളെ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സവർക്കർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേരിൽ സവർക്കറെ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചരിത്രങ്ങളും അവിടെ ബാക്കി നിൽക്കുകയാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? അല്ല, ഒരു കാര്യം മനസ്സിലാക്കൂ, ഈ സവർക്കർ മാപ്പെഴുതി കൊടുത്തു എന്നത് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാത്തവരാണ് BJPക്കാർ. അതായത് ഇന്ത്യൻ നാഷണൽ ആർക്കൈവ്സിൽ 7 തവണത്തെ സവർക്കറിൻ്റെ പാഡൺ ലെറ്റർ, മാപ്പ് അപേക്ഷ അതിപ്പോഴും ഉണ്ട്. അതെടുത്ത് കത്തിച്ച് കളയാൻ പറ്റില്ല. കാര്യം അത് സ്വാഭാവികമായും സൂക്ഷിച്ചു വരുന്നതാണല്ലോ.
അത് 9 തവണയാണ് എന്നൊരു വാദമുണ്ട്. 9 അല്ല 40 തവണയാണ് എന്ന് പറയുന്ന ചരിത്രകാരന്മാരുണ്ട്. അതായത് BJP ബേസിക്കലി ചരിത്രം ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു കൂട്ടരാണ്. അവർ ചരിത്രം ഇല്ലാത്തത് അപനിർമ്മിക്കാൻ ശ്രമിക്കുന്നവരുമാണ്. അതിൻ്റെ ഭാഗമായാണ് ഈ പറയുന്ന പട്ടാളക്കാരെ ആയിട്ട് ഹിന്ദുക്കൾ വരട്ടെ എന്ന് തീരുമാനിച്ചതിൻ്റെ അകത്ത് ആർക്ക് പങ്കുണ്ട്? അംബേദ്കറിന് പങ്കുണ്ട്. അങ്ങനെയല്ല. ഇന്ത്യൻ സൈന്യത്തിലും ഇന്ത്യൻ അധികാര കേന്ദ്രങ്ങളിലേക്കും അവർണ ജാതിയിൽപ്പെട്ടവർ, താഴേക്കടയിൽപ്പെട്ടവർ, SC/ST വിഭാഗത്തിലുള്ളവർ, ഹരിജൻ ആയിട്ടുള്ളവർ, അവർ ഉയർന്നു വരണം എന്ന് അംബേദ്കർ തീരുമാനിച്ചിരുന്നു. ആ ആശയം അദ്ദേഹം മുമ്പോട്ട് വെക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അംബേദ്കറിനെ സംബന്ധിച്ച് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആരാണെങ്കിലും അവരുടെ ആ നിലപാടിനെ അംബേദ്കർ എല്ലാ കാലത്തും പിന്തുണച്ചിട്ടുണ്ട്. അംബേദ്കർ ബേസിക്കലി ഇന്ത്യയിലെ ഒരു ഹരിജൻ വിഭാഗത്തിന് വേണ്ടി നിലകൊണ്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ജീവനും ജീവിതവും എല്ലാം അതിനുവേണ്ടി മാറ്റിവെച്ച ഒരാളാണ്. അദ്ദേഹത്തിന് മറ്റൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന് മറ്റൊരു രാഷ്ട്രീയവും മറ്റൊരു ഇൻറ്റൻഷൻസും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ആശയത്തെ പിന്തുണച്ച ആര് എന്തെഴുതിയാലും അതിനെ അംബേദ്കറും പിന്തുണയ്ക്കും. അത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ്. അതൊരു വളരെ നിസ്സാരമായ ഒരു കാര്യവുമാണ്. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സവർക്കറെ ഇന്നും വീരപുരുഷനായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സംഘപരിവാർ ആണെങ്കിലും BJP ആണെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വരാൻ പോകുന്ന പാഠപുസ്തകങ്ങളും സവർക്കറെ പഠിപ്പിക്കുമെന്ന് കൃത്യമായിട്ട് ആർജവത്തോടെ പറയുന്ന സുരേന്ദ്രൻ്റെ വാക്കുകൾ നമുക്ക് കാണാൻ കഴിയും. ഇനി വരാൻ പോകുന്ന തലമുറ സവർക്കറെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പഠിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ BJP എന്തായിരിക്കും അവിടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, സ്വാഭാവികമാണല്ലോ. അവരൊരു വലിയ സ്വാതന്ത്ര്യ സമര സേനാനിയായാണ് സവർക്കറിനെ അവതരിപ്പിക്കുന്നതും അംഗീകരിക്കുന്നതും. അതുകൊണ്ടാണല്ലോ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യൻ പാർലമെൻറ്റിൽ ഗാന്ധിയുടെ നേരെ ഓപ്പോസിറ്റ്, ഗാന്ധിയെ തിരിഞ്ഞു നിന്ന് സവർക്കറിൻ്റെ ചിത്രം പ്രദർശിപ്പിച്ച് സവർക്കറിനെ വണങ്ങുന്നത്. അതായത് ഗാന്ധിക്ക് പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് സവർക്കറിൻ്റെ മുമ്പിൽ പ്രണമിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നമ്മൾ കാണുകയുണ്ടായി. ഗാന്ധി വധത്തിൽ പ്രതി ചേർക്കപ്പെട്ട ഒരാൾ, അങ്ങനെ ഒരാളാണ് സവർക്കർ എന്നത് ഇനി മറന്നുപോകും. ഗാന്ധിജിയെ ഒരുപാട് സ്നേഹിച്ചിരുന്ന, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഏറ്റവും വലിയ അനുയായിയായിരുന്ന ഒരാളാണ് സവർക്കർ എന്ന് പറഞ്ഞാൽ നാളെ നമ്മളത് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു ഗതികേടിലേക്ക് ഈ രാജ്യം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ കൃത്യമായി പ്രതിരോധിക്കും ഇന്ത്യയിലെ യുവജന പ്രസ്ഥാനങ്ങളെല്ലാം. അതിനെ പ്രതിരോധിക്കുമെന്നതിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ നോക്കൂ, സ്വന്തം പേര് മറച്ചു വെച്ച് സവർക്കർ വലിയ ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു പേരിൽ സവർക്കറിനെ പ്രകീർത്തിച്ചുകൊണ്ട് ആത്മകഥ എഴുതിയ ആളാണ് സവർക്കർ തന്നെ. അതായത് സവർക്കർ ചാണക്യ എന്ന് പറഞ്ഞ് വേറൊരു പേരിൽ സവർക്കർ മഹാനാണ് എന്ന് സ്വയം എഴുതി വിട്ടിരുന്ന ആളാണ്. അതൊക്കെ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഭാഗവുമാണ്. ഈ മാപ്പപേക്ഷകളൊക്കെ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഭാഗവുമാണ്. അപ്പോൾ അതുകൊണ്ട് അത് എത്രത്തോളം മാറ്റി നിർത്താൻ സാധിക്കും, എത്രത്തോളം അടച്ചു വെക്കാൻ സാധിച്ചാലും സത്യത്തിൻ്റെ മുഖം വികൃതവുമാണ്. സത്യത്തിൻ്റെ മുഖം ഒരു സൂര്യശോഭ പോലെ വെളിയിലേക്ക് വരികയും ചെയ്യും. ഇനി ഈ പുസ്തകങ്ങളിൽ വരാൻ പോകുന്ന ചരിത്രങ്ങൾ, അല്ലെങ്കിൽ ആ ചരിത്രങ്ങളെ എങ്ങനെയാണ് കോൺഗ്രസ് നേരിടാൻ പോകുന്നത്? സ്വാഭാവികമായും ഇന്ത്യൻ യുവജന പ്രസ്ഥാനങ്ങൾ അതിൻ്റെ പേരിൽ തെരുവിലുണ്ടാകും. ക്യാമ്പസുകളിൽ വലിയ പ്രതിഷേധമുണ്ടാകും. അതിനോടൊപ്പം തന്നെ പാരലലായി ഇന്ത്യൻ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസ് പോകും. അതായത് ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ യഥാർത്ഥ ചരിത്രം, ആ ചരിത്രത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവരുടെ ചരിത്രം, ഇതൊക്കെ ഞങ്ങൾ തെരുവിൽ പഠിപ്പിക്കും. ഇതൊക്കെ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യും. ഇതൊക്കെ ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. ജനം ഇന്നിപ്പോൾ ഒരു ഫോണിൻ്റെ 4ാം ക്ലാസ് പഠിക്കുന്ന കൊച്ചിൻ്റെ കയ്യിൽ ഫോണുള്ള കാലഘട്ടമാണ്. അപ്പം എത്രത്തോളം കള്ളങ്ങൾ പറഞ്ഞാലും സത്യം വളരെ ഈസിയായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് നടക്കുകയും ചെയ്യും.